ഹലോ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തായി ചെയ്യുന്നതെന്ന്. ഞാൻ ഷൂട്ടിന് വേണ്ടി റെഡി ആവാണ്. ഇനി നമുക്ക് കുറച്ച് സ്പീഡ് പോവാം. അപ്പോഴല്ലേ എല്ലാം ഒന്ന് സ്പീഡപ്പ് ആവുള്ളൂ. ബൈക്കിലിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് എൻ്റെ ബിസിനസ്സിൻ്റെ എൻ്റെ മുഖ്യ കേന്ദ്രപാത്രങ്ങൾ എന്ന് പറയാം. എൻ്റെ സ്ട്രോങ് പില്ലേഴ്സ്, എൻ്റെ അമ്മായിമ്മയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫും. ഇവർ രണ്ടുപേരാണ് എനിക്ക് എപ്പോഴും മോട്ടിവേഷൻ തന്നിരിക്കുക. ചെയ്യൂ എടുത്തി. അങ്ങനെ എന്നെ കൊണ്ട് കുറെ കുഴിച്ചടിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒപ്പം നടക്കണോണ്ട് ഞാൻ കൂടെ കുത്തുന്നു. അപ്പോൾ ബാക്കിൽ നിന്ന് ചർച്ച ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും രണ്ടുപേരും കൂടി എന്നിട്ട് ബിസിനസ്സുകാരിയാണെന്ന്. വെറുതെ ഗൈസ്, അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല. എന്നാലും ഞാൻ ചില സമയത്തൊക്കെ പോയിട്ട് എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി രണ്ട് കുത്തൊക്കെ പറഞ്ഞു വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ഇത് ഏറെക്കുറെ തീരാറായിട്ടുണ്ട് ഷൂട്ടിന് വേണ്ടിയിട്ട്. പിന്നീട് എന്താണ്, കുറേ മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ട് അങ്ങോട്ട് ചീന്തി രണ്ട് ഇങ്ങോട്ട് ചീന്തി ആ പരിപാടി അവിടെ തീർന്നു. പിന്നീട് ഇനി കുറച്ച് നമ്മുടെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഒരു വലിയ കമ്മലെടുത്ത് തൂക്കിയാൽ പിന്നെ കഴുത്തിലൊന്നും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു നെറ്റിച്ചുക്കിയും വെച്ചപ്പോൾ ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ പ്രോപ്പ്. ഈ ഇരിക്കുന്ന ആളാണ് എൻ്റെ ഫോട്ടോഗ്രാഫറായിട്ടുള്ളത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ. അതിന് തൊട്ടപ്പുറത്ത് അവരുടെ ഷർട്ടിൽ നിൽക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്. ബാക്കിലിരുന്നിട്ട് ആ പാട്ട് പാടുന്നതാണ് എൻ്റെ മകള്. അവൾക്കാണെങ്കിലോ അവൾക്കെടുക്കണം ഫോട്ടോയേ എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് പിന്നീട് കാണുന്നത്. ഇതൊന്നും എൻ്റെ മാത്രം അവസ്ഥയല്ല. എന്നെ പോലെ ചെറിയ സ്കെയിലിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്ന എല്ലാവിധ അവസ്ഥയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തോന്നി ഇത് റിയൽ ലൈഫിൽ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ റിവ്യൂട്ടെ ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. താങ്ക് യു.